ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഒരു നുള്ള വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പകുതി ബീറ്റായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടും എഗ്ഗൊക്കെ ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലോറ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഫ്ലോറ് ഇതുപോലെ 2 പ്രാവശ്യം ഇട്ട് നന്നായിട്ടൊന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരു ടിന്നിലോട്ട് ഞാൻ ബട്ടർ പേപ്പറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഓവനിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം റെഡിയാക്കാം. കുറച്ച് ക്രീം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ ഷുഗർ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബീറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിക്കോട്ടെ കേട്ടോ. എന്തായാലും ഇതുപോലെ ക്രീം ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി സ്പഞ്ച് നമുക്കൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതുപോലെ സ്പഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഹോള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഞാൻ പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലെയറായിട്ടാണ് കേട്ടോ കേക്ക് റെഡിയാക്കിയത്. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പണി കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അധികം നമുക്ക് ക്രീം വേണ്ട വരത്തില്ല. അതേപോലെ കുട്ടികൾക്ക് കൊടുക്കാനല്ലേ, അപ്പോൾ അധികം ക്രീം വേണ്ട കേട്ടോ. ഇനി ഇതിന് ക്രം കോട്ടൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അതുപോലെ കഴിക്കാനായിട്ട് ഇനി നമ്മൾ 10 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ചെറിയൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് മാറിപ്പോവില്ല കേട്ടോ. ഇനി ഇതുപോലെ ഞാൻ റെഡിയാക്കി ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് കേട്ടോ കേക്കിൻ്റെ അവസ്ഥ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.